എപ്പിസോഡിന്റെ ഓപ്പണിംഗ് സീനിൽ നമ്മുടെ ബൊറൂട്ടോ അവനാണെങ്കിൽ എക്സാം പാസ്സായ സന്തോഷത്തിൽ അങ്ങനെ ഇരിക്കുകയാണ്. നറൂട്ടോ ആണെങ്കിൽ അവന് ഫുഡൊക്കെ എടുത്തു കൊടുക്കും. അത് കണ്ട് ബൊറൂട്ടോ അവൻ ഷോക്കായിട്ട് എന്തു പറ്റി, ഇന്ന് പപ്പയ്ക്ക് എന്നോട് ഭയങ്കര സ്നേഹമാണല്ലോ എന്നൊക്കെ പറഞ്ഞ് അവൻ ഫുഡൊക്കെ കഴിച്ച് പുറത്തേക്ക് ഇറങ്ങും. ഉടനെ ഹിനട്ട, ബൊറൂട്ടോ നിന്റെ ഹെഡ് ബാൻഡ് അത് കെട്ടാൻ നീ മറന്നുപോയി. അതിന് ബൊറൂട്ടോ പറയും, ഹെഡ് ബാൻഡൊക്കെ കെട്ടാൻ എനിക്ക് നാണക്കേടാണ്, അത് ഞാൻ ക്ലാസ്സിൽ എത്തിയിട്ട് കെട്ടിക്കോളാം എന്ന് പറഞ്ഞ് അവൻ പുറത്തേക്ക് ഓടും. നറൂട്ടോ ആണെങ്കിൽ അത് കേട്ട് വണ്ടറടിക്കും. പക്ഷെ ഹിനട്ടയ്ക്ക് അറിയാം ബൊറൂട്ടോ പറയുന്നത് കള്ളമാണെന്ന്. അവൻ ആ ഹെഡ് ബാൻഡ് കെട്ടാൻ ഒത്തിരി ഇഷ്ടമാണ്. അവൻ പുറത്തേക്ക് ഇറങ്ങിയ ഉടൻ ആ ഹെഡ് ബാൻഡ് കെട്ടി ഉഷാറായിട്ട് ഓടും. അപ്പോൾ കറക്റ്റ് ടൈം ഷിക്കമരു ആണെങ്കിൽ നറൂട്ടോയെ തേടി അവന്റെ വീട്ടിലേക്ക് വരും. നറൂട്ടോ, നിനക്ക് വേണ്ടി എത്ര നേരമായി ഞാൻ മാൻഷനിൽ വെയിറ്റ് ചെയ്യുന്നു. 7 മീറ്റിംഗ്, 2 കോൺഫറൻസ്, ഒരുപാട് ഫയൽസ്, അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ നിനക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. നറൂട്ടോയ്ക്കാണെങ്കിൽ അത് കേട്ട് തല പെരുത്ത് വരും. പക്ഷെ വേറെ വഴിയില്ലാതെ നറൂട്ടോയും ഷിക്കമരുവും അവർ രണ്ടുപേരും അവിടുന്ന് മാൻഷനിലേക്ക് പോകും. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്താ ഇപ്പൊ ക്ലാസ് റൂം കാണിക്കും. എല്ലാവരും ഏത് ടീമിൽ ചേരണം എന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓരോരുത്തർക്കും അവരെന്തൊക്കെയായി മാറണം, ഏത് ടീമിൽ കയറണം, അങ്ങനെ എല്ലാ കാര്യങ്ങളിലും വ്യക്തമായ കാഴ്ചപ്പാടുണ്ട്. പക്ഷെ ചോച്ചോ പറയും, എന്തൊക്കെ ആഗ്രഹിച്ചിട്ടും കാര്യമില്ല, മാസ്റ്ററാണ് ഫൈനലി ഡിസൈഡ് ചെയ്യേണ്ടത്. അവരിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴേക്കും ഷിനോ മാസ്റ്റർ ആളിപ്പോ ക്ലാസ് റൂമിലേക്ക് വരികയാണ്. നാമടെ ആണെങ്കിൽ മാസ്റ്റേഴ്സിനെ കണ്ട് അവരിവിടേക്ക് എത്തിപ്പോയി, എത്രയും പെട്ടെന്ന് നമുക്കെല്ലാവർക്കും നമ്മുടെ ബെഞ്ചിലേക്ക് പോകണമെന്ന് പറയും. ഇവാബെ ആണെങ്കിൽ അത് കേട്ട് ബൊറൂട്ടോയെ തട്ടിയിടും. ബൊറൂട്ടോ അങ്ങനെ തെറിച്ചു പോയി സാറഡയുടെ ദേഹത്തേക്ക് വീഴാൻ നോക്കുമ്പോഴായിരിക്കും അവള് കാല് വെച്ച് ബൊറൂട്ടോയെ ബ്ലോക്ക് ചെയ്യും. കറക്റ്റ് ടൈം മാസ്റ്റേഴ്സ് ഡോർ ഓപ്പൺ ചെയ്ത് ക്ലാസ്സിലേക്ക് വരും. അവരുടെ നിൽപ്പും ഭാവവും ഒക്കെ കണ്ട് ഷിനോ മാസ്റ്റർ ആൾ ഫുൾ കലിപ്പില് ദേഷ്യപ്പെട്ടു പറയും, എല്ലാവരും ടെൻഷനായി വരിയായിട്ട് നിൽക്ക്. അത് കേൾക്കേണ്ട താമസം സ്റ്റുഡൻസ് എല്ലാവരും പറഞ്ഞതുപോലെ നിൽക്കും. മാസ്റ്റർ പറയും, നിങ്ങളെക്കുറിച്ച് ഓർത്ത് എനിക്ക് അഭിമാനമുണ്ട്, എല്ലാവരും എക്സാമിൽ പാസ്സായിരിക്കുകയാണ്. പക്ഷെ എന്ന് കരുതി ആരെയും ഞാൻ എൻ്റെ കൺട്രോളിൽ നിന്ന് അങ്ങനെ വിട്ടുകൊടുക്കാനായിട്ട് തയ്യാറാവില്ല. നിങ്ങൾ എല്ലാവരും ഫുൾ ടൈം എൻ്റെ കൺട്രോളിലും സർവൈലൻസിലും തന്നെയായിരിക്കും. ആക്ച്വലി 3 month സ്ക്വാഡ് എന്താണെന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയോ? അത് വെറും 3 പേര് ഒരുമിച്ച് ഒരു ടീമായിട്ട് വർക്ക് ചെയ്യുക എന്നത് മാത്രമല്ല, പരസ്പരം സഹായിച്ച് സഹകരിച്ച് എപ്പോഴും തൻ്റെ കോമ്പറൻസിനെ അവർ പ്രൊട്ടക്ട് ചെയ്ത് മുൻപോട്ട് പോകുന്നതാണ് ഒരു യഥാർത്ഥ 3 month സ്ക്വാഡ്. അതിനുശേഷം ഷിനോ, ഡെങ്കി, മെറ്റല്ലി, ഇവാബെ അവരെ 3 പേരെയും റൂമിലേക്ക് പറഞ്ഞയക്കുകയാണ്. അതിനുശേഷം വസാമി, സുമിറോ, നാമിഡോ അവരെ 3 പേരെയും ഒരു ടീമാക്കും. അതിനുശേഷം ഹോക്കി, ഹാക്കോ, റങ്ക അവർ 3 പേരും മറ്റൊരു ടീമാവും. അങ്ങനെ ഓരോ ടീംസിനായിട്ട് സെലക്ട് ചെയ്ത് ഇപ്പൊ അവസാനം 6 പേരാണ് ബാക്കിയുള്ളത്. നമ്മുടെ മെയിൻ ആൾക്കാർ 6 പേര്. അവർ പരസ്പരം നോക്കും അവരേത് ടീമിലായിരിക്കും ചെന്ന് പെടുക എന്ന്. അടുത്ത സെക്കൻഡ് ചോ ചിക്കോ ഈനോ ഫോർമേഷൻ അതായിരിക്കും ഇപ്പൊ ഷിനോ മാസ്റ്റർ ക്രിയേറ്റ് ചെയ്യുക. അവസാനമായിട്ട് മീറ്റ്സുഗി, സാറഡ, ബൊറൂട്ടോ അവർ 3 പേരും ഒരു ടീം. സാറഡയ്ക്കാണെങ്കിൽ അത് അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടാവില്ല. ഉടനെ കൊനഹമാരു അവൻ പറയും, നിങ്ങളാണ് ടീം 3, ഞാനാണ് നിങ്ങളുടെ ക്യാപ്റ്റൻ. ഉടനെ സാറഡ അവൾ ദേഷ്യപ്പെട്ട് പറയും, എന്നെ കൊണ്ട് പറ്റില്ല ബൊറൂട്ടോ ടീമിൽ നിൽക്കാൻ. ടീം ബാലൻസ് ആവണമെങ്കിൽ ഞങ്ങൾ 2 പേരും ഒരു ടീമിൽ നിൽക്കാനായിട്ട് പാടില്ല. അതിന് ബൊറൂട്ടോയും പറയും, ഈ പറഞ്ഞത് സത്യമാണ് സാറഡ, എനിക്കും നിന്റെ കൂടെ നിൽക്കാൻ യാതൊരു താല്പര്യവും ഇല്ല. സാറഡ തീർത്തു പറയും, എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം ഒരു ഹൊക്കാഗെ ആവുക എന്നതാണ്. ഈ ടീമിൽ നിൽക്കുകയാണെങ്കിൽ എന്നെ കൊണ്ട് അത് അച്ചീവ് ചെയ്യാൻ കഴിയില്ല. അത് കേട്ട് കൊനഹമാരു ആളാണെങ്കിൽ അവർ 2 പേരെയും കൂട്ടിക്കൊണ്ട് ഓഫീസ് റൂമിലേക്ക് വരും. അതിനുശേഷം ഒരു സ്ക്രോള് അവരുടെ കയ്യിൽ കൊടുക്കും. ഈ സ്ക്രോള് ലോർഡ് 7th അടുത്ത് നിങ്ങളെ ഏൽപ്പിക്കുക. നിങ്ങളുടെ പ്രശ്നത്തിലുള്ള സൊല്യൂഷൻ തീർച്ചയായിട്ടും അദ്ദേഹം കണ്ടെത്തി തരും. സാറയുടെ ആണെങ്കിൽ അത് കേൾക്കേണ്ട താമസം ആ സ്ക്രോളുമായി ഉഷാറായിട്ട് മാൻഷൻ നോക്കി ഓടുകയാണ്. അവളുടെ തൊട്ട് പിന്നാലെ തന്നെ ബൊറൂട്ടോ സാറഡയെ വിളിച്ച് ഓടി വരും. സാറഡ അവളുടെ കയ്യിലുള്ള പേപ്പർ ബോംബ് അതൊന്നൊന്നായി വലിച്ചെറിഞ്ഞ് ബൊറൂട്ടോയെ ഓടിക്കാൻ ശ്രമിക്കും. പക്ഷെ ബൊറൂട്ടോ ആണെങ്കിൽ വിട്ടുകൊടുക്കാതെ അവളുടെ പിന്നാലെ തന്നെ വരാണ്. ബൊറൂട്ടോ ആണെങ്കിൽ വിളിച്ചു ചോദിക്കും, സാറഡ നീ എന്തിനാ എന്നോട് ഇത്രയും ദേഷ്യപ്പെടുന്നേ? നമ്മൾ 2 പേരും ഒരുമിച്ച് പോയി വേണം ഈ ഒരു അപ്പീല് അത് കൊടുക്കാൻ. ഉടനെ സാറഡ അവളാണെങ്കിൽ അവളുടെ ഷെരിങ്ങും കണ്ണു കാട്ടി ബൊറൂട്ടോയെ വരട്ടുകയാണ്. ബൊറൂട്ടോയ്ക്കാണെങ്കിൽ അത് കണ്ട് ഭയങ്കരമായിട്ട് അത്ഭുതം തോന്നും. ഓ, ഇതാണോ നിന്റെ ഷെരിങ്ങും കണ്ണ്? ഇത് ശരിക്കും കാണാൻ അടിപൊളിയായിട്ടുണ്ടെന്ന് പറഞ്ഞ് അവർ 2 പേരും ഇപ്പൊ മാൻഷനിലേക്ക് വരും. സാറഡയ്ക്കാണെങ്കിൽ ബൊറൂട്ടോയെ കാണുമ്പോൾ തന്നെ ഇറിറ്റേഷൻ കൂടിക്കൂടി വരും. അവന് വീണ്ടും അറ്റാക്ക് ചെയ്യാൻ റെഡി ആവുമ്പോഴേക്കും ഷിക്കമരു ആളാണെങ്കിൽ ഷാഡോ ജിപ്സ് ഉപയോഗിച്ച് അവർ 2 പേരെയും അങ്ങനെ ലോക്ക് ചെയ്യാണ്. നിങ്ങൾ 2 പേരും എന്താ ഇവിടെ? നിങ്ങൾക്ക് എന്താ ഇപ്പൊ അത്യാവശ്യം? അതിന് ബൊറൂട്ടോയും സാറഡയും അവർ 2 പേരും
ഒറ്റ സ്വരത്തിൽ പറയും, ഞങ്ങൾക്ക് ഞങ്ങളുടെ ടീം ഒട്ടും ഇഷ്ടമല്ല. സോ ടീമിൽ നിന്ന് ഞങ്ങൾക്ക് മാറണം. അതിന് അപ്പീൽ കൊടുക്കാൻ ഞങ്ങൾക്ക് എത്രയും പെട്ടെന്ന് ഹൊക്കാഗെ കാണണമെന്ന് പറയും. അതിന് ഷിക്കമരു പറയും, ഹൊക്കാഗെ ഇവിടെ ഇല്ല, വളരെ അത്യാവശ്യമായിട്ട് ഒരു മീറ്റിങ്ങിന് പോയിരിക്കുകയാണ്. ആളുടെ ലൊക്കേഷൻ എവിടെയാണെന്നും എനിക്ക് പറയാൻ സാധിക്കില്ല. ഉടനെ സാറടയും ബൊറൂട്ടോയും അവർ രണ്ടുപേരും ഒരു സെക്കൻഡ് സാഡാവും. പക്ഷെ വിട്ടുകൊടുക്കില്ല എന്ന് പറഞ്ഞ് നാറൂട്ടോയെ കണ്ടുപിടിക്കാനായിട്ട് അവർ വീണ്ടും ഇപ്പൊ ഉഷാറായിട്ട് ചാടി ഓടും. അവരാണെങ്കിൽ ആ നാട് മുഴുവൻ കയറിയിറങ്ങി അന്വേഷിക്കുകയാണ്. പക്ഷെ ഒരുപാട് നേരം അന്വേഷിച്ചിട്ടും നാറൂട്ടോ എവിടെയാണെന്ന് മാത്രം അവർക്ക് കണ്ടെത്താനാവില്ല. അപ്പം മീറ്റ്സിക അവനാണെങ്കിൽ ആരും അറിയാതെ നാറൂട്ടോയുടെ ഷെഡ്യൂള് അതങ്ങനെ അടിച്ചു മാറ്റിക്കൊണ്ട് നമ്മുടെ ചെക്കനും ചെക്കിക്കും കൊണ്ടുവന്ന് കൊടുക്കും. കട്ട് ചെയ്താ ഇവിടെ നറൂട്ടോയെ കാണിക്കും. നറൂട്ടോയ്ക്ക് ചുറ്റും ലീഫ് വില്ലേജിലെ 7 ഷിനോബികള്. ഉടനെ നറൂട്ടോ അവനാണെങ്കിൽ അവന്റെ പവറൊക്കെ എടുത്ത് ഇപ്പോ ഫൈറ്റ് ചെയ്യാൻ തയ്യാറായി നിൽക്കുകയാണ്. ആക്ച്വലി ഇത് ഫൈറ്റ് ഒന്നും അല്ല, നറൂട്ടോ അവന്റെ ട്രെയിനിങ് എടുക്കുകയാണ്. നറൂട്ടോ ആണെങ്കിൽ കുറാമ മോഡിലേക്ക് പോവും. അത് കണ്ട് ബാക്കിയുള്ളവര് ബാരർ ജിപ്സു ക്രിയേറ്റ് ചെയ്ത് നറൂട്ടോയെ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി അത് ലോക്ക് ചെയ്യാൻ ശ്രമിക്കുകയാണ്. അടുത്ത നിമിഷം നറൂട്ടോയുടെ പവർ അവരുടെ ബാരർ ജിപ്സു തകർത്ത് മുൻപോട്ട് പോവാണ്. കട്ട് ചെയ്താ ഇവിടെ ഷിക്കമരു ആളാണെങ്കിൽ ആക്ഷനിൽ വലിയ ഡിസ്കഷനിലാണ്. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത ക്യാപ്റ്റൻ മിറായി. ഇവളാണ് ആസുമ സെൻസയുടെ മകൾ. അവള് പറയും ബൊറൂട്ടോയും സാറടയും അവർ രണ്ടുപേരും ഒരു കാരണവശാലും നറൂട്ടോയെ കാണാൻ പാടില്ല. സോ എന്ത് വില കൊടുത്തും നമുക്ക് അവരെ ബ്ലോക്ക് ചെയ്യണമെന്ന് പറഞ്ഞ് അവരിപ്പോൾ തയ്യാറായിട്ട് നിൽക്കും. കട്ട് ചെയ്ത ബൊറൂട്ടോയും സാറടയും ഒരു ലൊക്കേഷനൊക്കെ നോക്കി ഓടി ഓടി ഒരു പാലത്തിന് മുൻപിൽ എത്തിയിരിക്കുകയാണ്. പാലം കാണുമ്പോൾ തന്നെ സാറട പറയും, ഉറപ്പായിട്ടും ഈ ഒരു പാലം കഴിഞ്ഞാൽ നമുക്ക് മാസ്റ്റർ നറൂട്ടോയെ കാണാൻ കഴിയും. മിറായി ആണെങ്കിൽ ലോങ് ഷോട്ടിൽ നമ്മുടെ ആൾക്കാരെ കാണും. അവർ ആ ബ്രിഡ്ജിന്റെ ക്ലോസ് എത്തുമ്പോൾ തന്നെ മിറായി അവൾ ആ ബ്രിഡ്ജിന്റെ അടുത്തേക്ക് വന്ന് ഒരുപാട് കത്തികള് അവർക്ക് നേരെ വലിച്ചെറിയും. ബൊറൂട്ടോ ഷോക്കായിട്ട് ചോദിക്കും, സിസ്റ്റർ മിറായി നിങ്ങളെങ്ങനെ ഇവിടേക്ക് എത്തി? എനിക്ക് സാറടയ്ക്കും അത്യാവശ്യമായിട്ട് ഹൊക്കാഗെ ഒന്ന് കാണണം, ഒരു അപ്പീൽ കൊടുക്കാനാണ്. സോ ദയവ് ചെയ്ത് അപ്പയുടെ അടുത്തേക്ക് പോവാൻ ഞങ്ങളെ അനുവദിക്കണം. അതിന് അവള് തീർത്ത് പറയും, ഒരു കാരണവശാലും നിങ്ങളെ കടത്തി വിടില്ല. ഹൊക്കാഗെ ഇപ്പോ ഒരു ഇമ്പോർട്ടന്റ് കാര്യത്തിലാണ്. അത് കംപ്ലീറ്റ് ആവുന്നത് വരെ ആരെയും അദ്ദേഹത്തെ ഡിസ്റ്റർബ് ചെയ്യാൻ ഞാൻ അനുവദിക്കില്ല. അത് കേട്ട് ബൊറൂട്ടോ ആൾക്ക് കാര്യം പിടികിട്ടും. മിറായി അവളെ ഇടിച്ചു തോൽപ്പിച്ചാൽ മാത്രമേ ഇവിടുന്ന് എങ്ങനെയെങ്കിലും നറൂട്ടോയെ കാണാനായിട്ട് അവർക്ക് സാധിക്കൂ. സാറട പറയും, ബൊറൂട്ടോ മീറ്റ്സുകി നിങ്ങൾ രണ്ടുപേരും അവരെ ഡിസ്ട്രാക്ട് ചെയ്യ്, ഞാൻ അവരുടെ പവർ അതെന്താണെന്ന് മനസ്സിലാക്കി അവരെ അറ്റാക്ക് ചെയ്യാം. അങ്ങനെ അവർ 3 പേരും വമ്പം പ്ലാനോട് കൂടെ ആ ബ്രിഡ്ജിലേക്ക് കയറും. പക്ഷെ ഓൾറെഡി അവൾ ആ ബ്രിഡ്ജിൽ ഒരുപാട് ട്രാപ്പൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിരുന്നു. അവരുടെ വെയിറ്റ് അവർ ആ ബ്രിഡ്ജിലേക്ക് കയറുമ്പോൾ തന്നെ വെയിറ്റ് കൂടി ആ ബ്രിഡ്ജ് അതങ്ങനെ തകരാനായിട്ട് ആരംഭിക്കും. ആ പാലം പൊട്ടി നമ്മുടെ ആൾക്കാർ താഴേക്ക് പോവും. അത് കണ്ട് മീറ്റ്സിക അവന്റെ പവർ ഉപയോഗിച്ച് നമ്മുടെ ആൾക്കാർ രണ്ടുപേരെയും സേവ് ചെയ്യാണ്. മിറായി ചോദിക്കും, ഒരു പാലം പോലും തകർന്നിരിക്കുന്നത് നിങ്ങൾക്ക് അറിയാൻ സാധിക്കുന്നില്ലേ? നിങ്ങളെങ്ങനെ എക്സാമിൽ പാസ്സായി? അടുത്ത സെക്കൻഡ് മിറായിയും ബൊറൂട്ടോയും അവർ രണ്ടുപേരും വമ്പൻ ആയുധങ്ങളൊക്കെ എടുത്ത് പൊരിഞ്ഞ അട്ടിയിടി ബഹളം. സാറയുടെ ആണെങ്കിൽ അവളുടെ ശരീരം കണ്ണുപയോഗിച്ച് മിറായുടെ വീക്ക് പോയിന്റും അവളുടെ ഫൈറ്റിംഗ് ടെക്നിക്സും മനസ്സിലാക്കും. പക്ഷെ സാറയുടെക്കാണെങ്കിൽ അവളുടെ ശരീരം കണ്ണ് അത് കറക്റ്റായിട്ട് ഉപയോഗിക്കാൻ അറിയില്ല. മിറായി സാറയുടെ അടിച്ച് തെറിപ്പിച്ച് ദൂരേക്ക് കൊണ്ടുപോകും. നീ മര്യാദയ്ക്ക് ഇപ്പൊ തന്നെ വീട്ടിലേക്ക് പോയി ഇതിനുള്ള എന്തെങ്കിലും ജോലി ചെയ്ത് ജീവിക്കുന്നതാണ് നല്ലത്. നീയൊന്നും ഒരു ഷിനോബിയായിട്ട് യാതൊരു യൂസും ഇല്ല. അപ്പോഴായിരിക്കും അവര് പോലും പ്രതീക്ഷിക്കാതെ സാക്ഷാൽ കൊനഹമാരു അവിടേക്ക് വരിക. കൊനഹമാരു മിറായിനോട് പറയും, അവർ 3 പേരും എന്റെ ടീംമേറ്റ്സ് ആണ്, ഒരു കാരണവശാലും അവരെ തടയാൻ നിന്നെ ഞാൻ അനുവദിക്കില്ല. ഉടനെ മീറ്റ്സുക അവനാണെങ്കിൽ ഇപ്പൊ ബൊറൂട്ടോയോടും സാറടയോടും അവരോട് എങ്ങനെ ഫൈറ്റ് ചെയ്യണമെന്ന് കറക്റ്റായിട്ട് പറഞ്ഞു കൊടുക്കും. ബൊറൂട്ടോയ്ക്ക് പിടികിട്ടും ഒറ്റയ്ക്ക് ഫൈറ്റ് ചെയ്തിട്ട് യാതൊരു കാര്യമില്ല, ടീമായിട്ട് കമ്പൈൻ ചെയ്ത് ഫൈറ്റ് ചെയ്താലേ എന്തെങ്കിലും ചെയ്യാൻ കഴിയൂ. അടുത്ത നിമിഷം നമ്മുടെ ചെക്കന്മാർ രണ്ടുപേരും അവർ വീണ്ടും ഇപ്പൊ അവൾക്ക് നേരെ ഓടി അടുക്കും. മീറ്റ്സുക ഫുൾ ഫോഴ്സിൽ ആ ബ്രിഡ്ജ് അതിനെ പിടിച്ചു നിർത്തിയിരിക്കുകയാണ്. സാറട അവൾ ട്രാൻസ്ഫർമേഷൻ ജിപ്സ് ഉപയോഗിച്ച് ബൊറൂട്ടോ ആയി മാറും. ബൊറൂട്ടോ ആണെങ്കിൽ അവന്റെ ക്ലൗൺസിനെ ക്രിയേറ്റ് ചെയ്യും. അതിനുശേഷം എല്ലാവരും ചേർന്ന് അവളെ അറഞ്ചം പുറഞ്ച് ഇട്ടിക്കുകയാണ്. സാറയുടെ ആണെങ്കിൽ ഒന്നും നോക്കില്ല, അവളുടെ കയ്യിലുള്ള ഷുരീങ്കൻ അതൊക്കെ വെച്ച് മിറായിക്ക് നേരെ വലിച്ചെറിയും. ആ ഗ്യാപ്പിൽ ബൊറൂട്ടോ മിറായിയെ ചവിട്ടി തെറിപ്പിക്കും. അവളാണെങ്കിൽ ബ്രിഡ്ജ് തകർന്ന് താഴേക്ക് പോവാണ്. മിറായി ആ ബ്രിഡ്ജിൽ പിടിക്കാൻ ശ്രമിക്കും. പക്ഷെ അപ്പോഴേക്കും ബൊറൂട്ടോയുടെ ഒരു ക്ലൗൺ അവളുടെ കാല് പിടിച്ച് വലിച്ച് ഇപ്പൊ താഴേക്ക് കൊണ്ടുപോകും. ഉടനെ കൊനഹമാരു അവനാണെങ്കിൽ ഒരു കയർ ഉപയോഗിച്ച് മിറായിയെ മുകളിലേക്ക് പിടിച്ച് കയറ്റുകയാണ്. ഒരു വിധത്തില് നമ്മുടെ ആൾക്കാർ ആ ഫൈറ്റിൽ ജയിച്ചിരിക്കുകയാണ്. കൊനഹമാരു പറയും, നിങ്ങളുടെ ടീം വർക്ക് അതാണ് ഈ വിജയത്തിന്റെ കാരണം. ഉടനെ ബൊറൂട്ടോയും സാറടയും അവർ രണ്ടുപേരും പറയും,
ഞങ്ങൾ ഇത്രയും നേരവും കരുതിയത് ഞങ്ങൾ രണ്ടുപേരും ഒരു ടീമിൽ നിന്നാ അതൊരു വലിയ ഫെയിലിയർ ആയിരിക്കുമെന്നാണ്. പക്ഷേ ഇപ്പൊ ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഒരുമിച്ച് നിൽക്കുന്നതിൽ യാതൊരു പ്രശ്നവുമില്ല എന്ന് പറയും. അത് കേട്ട് കൊനാമാരുവിനും ഒത്തിരി സന്തോഷാവും. അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്ത് ഇപ്പൊ അവർ 3 പേരും നറൂട്ടോയുടെ അടുത്തേക്ക് ഡയറക്റ്റ് ആയിട്ട് വരാണ്. അവരെ കണ്ട് നറൂട്ടോ അവനങ്ങനെ ഫ്രീസ് ആയിട്ട് നിൽക്കാണ്. നിങ്ങൾ 3 പേരും എങ്ങനെ ഇവിടേക്ക് എത്തി? സത്യം പറയ്, എന്താ ഉണ്ടായേ? മീറായി അവളെവിടെ? നിങ്ങൾക്ക് എന്താ ആവശ്യം എന്നിങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ അവർ ചോദിക്കും. അതിന് ബൊറൂട്ടോയും സാറഡയും അവരൊറ്റ വാക്കിൽ പറയും, ഞങ്ങളുടെ ടീമിന്റെ പേര് നമ്പർ 3 എന്ന് വേണ്ട, മറിച്ച് നമ്പർ 7 എന്ന് വേണം. അത് കേട്ട് നറൂട്ടോ ആള് ഫുൾ ഹാപ്പിയായി അവരുടെ ടീമിന്റെ പേര് ടീം 7 ആക്കും. അവിടുന്ന് അങ്ങനെ സൂം ഔട്ട് ചെയ്ത പാവം മിറായി അവളിപ്പോഴും ആ ഒരു കയറിൽ കുടുങ്ങി കിടക്കുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു. എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു അടിപൊളി എപ്പിസോഡുമായിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ വിത്ത് മല്ലു എപ്പിസോഡ്.